3 പ്രാവശ്യം ഐഫോണിലെ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്ക് എടുക്കാനോ ക്ലോസ് ചെയ്യാനോ പറ്റില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും കോൾ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി എന്നുള്ള സാഹചര്യത്തിൽ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് എങ്ങനെ എനേബിൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇപ്പൊ തന്നെ ഹാക്കർ സ്പീഡിനെ ഫോളോ ചെയ്യുക. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഗൈഡഡ് ആക്സസ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് എനേബിൾ ചെയ്തതിന് ശേഷം പാസ്കോഡ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഫേസ് ഐഡി എനേബിൾ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് 3 പ്രാവശ്യം പവർ ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഗൈഡഡ് ആക്സസ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് കാണിക്കും. സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് അവിടെ ഒരു പാസ്കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കും. ഇത് നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് അല്ല, പുതിയൊരു പാസ്കോഡ് അവിടെ സെറ്റ് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ ലോക്ക് ആയി കഴിഞ്ഞു. ഇനി ഇതിന് എക്സിറ്റ് ആവാൻ വേണ്ടി വീണ്ടും 3 പ്രാവശ്യം ആ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മതി. ഇനി പാസ്വേഡ് എങ്ങനെ മറന്നു പോയാൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ലോക്ക് ആകും. അതിനാണ് ഞാൻ അവിടെ ഫേസ് ഐഡി എനേബിൾ ചെയ്യാൻ പറഞ്ഞത്. സോ ഫേസ് ഐഡി എനേബിൾ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലോക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഐഫോൺ ഉള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറയാം.